ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോയ്ക്ക് തീരെ ശബ്ദം ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനും അത് നോക്കിയത്. ശരിയാണ്, അത് ഭയങ്കര ഒരു മുഴക്കം പോലെയാണല്ലോ. ഞാൻ വീട്ടിൽ നമ്മുടെ പുതിയ വീട്ടിൽ റൂമിനകത്ത് ഇരുന്നിട്ടാണത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എക്കോ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തും എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ ഫോണിൻ്റെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസിലാണ് ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3-4 പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഇത്ത പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല, എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ഞാനൊന്നും കൂടി പറയാം കേട്ടോ. അത് എല്ലാവർക്കുമൊക്കെ ഹെൽപ്പ് ആവുന്നൊരു കാര്യമാണ്. അതായത് ഹെയർ എക്സസറീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു കാര്യം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലത്തതും അത് തന്നെയായിരുന്നു. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ ഫ്രോക്കാണ്. അപ്പോൾ ഇത് കാണിച്ചപ്പോൾ ഫ്രോക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഈ സംഭവം എനിക്ക് ഉള്ളതാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കാർഡ്. ഈ ഒരു കാർഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഞാൻ ഡ്രസ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാർഡാണ് കേട്ടോ. ഹന്നത്ത് ഫാഷൻ ടെക് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ നെയിം. അതായത് ഹന്നത്ത് എന്നാണ് ബ്രാൻഡിൻ്റെ നെയിം. ഹന്നത്ത് ഫാഷൻ ടെക് നമ്മുടെ ചാനലിൻ്റെ പേരാണ്. ഇതിൽ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹന്നത്ത് ഫാഷൻ ടെക് എന്ന് തന്നെ ഉണ്ട്. ഇത് കിഡ്സിൻ്റെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, നമ്മൾ ടിക് ടാക്ക് സ്ലൈഡ് അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു ബോർഡിൽ വെച്ചിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ ആ ബോർഡ് എവിടെ നിന്നാണ് കിട്ടുക, അതിലെങ്ങനെയാണ് നമ്മുടെ പേര് എഴുതി കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യിക്കുന്നതെന്ന് പറയുന്നത് പ്രസ്സിൽ കൊടുത്തിട്ടാണ്. ഞാൻ ചെയ്യിച്ചിട്ടുള്ളത് പ്രസ്സിൽ കൊടുത്തിട്ടാണ്. അവർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കാർഡുകൾ ഡിസൈൻ ചെയ്ത് തരും കേട്ടോ. എന്നിട്ട് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിൽ അവരത് നമുക്ക് മേക്ക് ചെയ്ത് തരും. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റ് അനുസരിച്ചിട്ട്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അനുസരിച്ചിട്ട് ഈ കാർഡിൻ്റെ കട്ടി തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മളൊരു കവർ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് കവർ മേടിക്കാനായിട്ട് കിട്ടും. വലിയ സൈസിലുള്ള കവറാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് പറ്റും. മറ്റുള്ള സംഭവം കിട്ടുമല്ലോ, സീൽ ചെയ്യുന്ന സാധനം, അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അളവ് സീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു കാർഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര ചെറിയ കാർഡ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കാർഡ് എടുക്കാം. ഇതിപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹെയർ എക്സസറീസിൻ്റെ ആകുമ്പോൾ അത്രയൊന്നും വേണ്ട. മുകൾ ഭാഗത്ത് പേര് എഴുതി കൊടുക്കാം. താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയോ നിങ്ങൾ ഏത് വഴിയാണ് അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വലിച്ചു വാരി എന്തൊക്കെയോ പറഞ്ഞിട്ടുമുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് മുന്നേ ചെയ്തിട്ടുള്ളത് ഇന്നലെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു 3 ഇയേഴ്സ് ബേബിക്കൊക്കെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് 400 സംതിങ് രൂപയ്ക്കാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് 1-2 പേര് ഇത് ചോദിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 250 രൂപ ആ ഒരു റേഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേറ്റ് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുവരെ അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള പ്രസ്സിൽ പോയിട്ട് ഇതിനെക്കുറിച്ചിട്ട് ചോദിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.